ചാന്തൂർന്ന് ആരും കേട്ട് കാണിട്ടില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് നമ്മുടെ സൗത്ത് കേരളയിലുള്ള സ്പെഷ്യൽ വാക്കുകളാണ്. മൊത്തത്തിൽ ഈ പുള്ളിക്കാരത്തിനെ പരിചയമുള്ള എല്ലാവർക്കും ഇന്ന് നമ്മൾ ഒരു പുതിയ അതിഥിയാണ് പരിചയപ്പെടാനുള്ളത്. അൽ ആലിയ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ എക്സ് ടീച്ചർ എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. കാരണം പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ പാചകത്തിലേക്കൊക്കെ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം മിനി ചന്ദ്രബാബു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദ ഷോ. എക്സ് ടീച്ചർ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഏത് വിഷയത്തിലായിരുന്നു? ഞാൻ സയൻസ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. സയൻസ് ആയിരുന്നു അൽ ആലിയ സ്കൂൾ. സോ നാട്ടിൽ എവിടെയാണ്? ഞാൻ കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ചാന്തൂർ എന്ന സ്ഥലമാണ് എൻ്റെ. ചാന്തൂർന്ന് ആരും കേട്ട് കാണിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എന്താണ് ഇന്ന് പുതിയ ഐറ്റം കാണിക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ ആദ്യം ഒരു നെയ്മീൻ കറിയാണ് വെക്കുന്നത്. കുടംപുളിയിട്ട നെയ്മീൻ കറി. നെയ്മീൻ കറി പല സ്റ്റൈലിൽ വെക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുടംപുളിയിട്ട നെയ്മീൻ കറിയാണ്. സോ നമുക്ക് ഇന്നത്തെ എന്തൊക്കെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ഫസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി വേണ്ടത് നെയ്മീൻ. നെയ്മീൻ ഞാനിവിടെ 500 ഗ്രാം കഴുകി വൃത്തിയാക്കി ഈ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് ആ ഒരു 500 ഗ്രാമിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കുറയ്ക്കുകയോ കൂടുതലായി എടുക്കുന്നെങ്കിൽ കൂട്ടുകയും ചെയ്യും. പിന്നെ വേണ്ടത് ഉലുവ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് 1/4 ടീസ്പൂൺ, വറ്റൽമുളക് അതായത് ഉണക്കമുളക് അതൊരു 3 എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് പകരം സവാള ചേർക്കാം. ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ മലയാളികൾ കൂടുതൽ അതാണല്ലോ. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 10-12 എണ്ണം കാണും ഇവിടുത്തെ സൈസ്. പിന്നെ ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചെറുതായിരിക്കുന്നത്. വെളുത്തുള്ളിയും ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം. തക്കാളി 1 എണ്ണം. തക്കാളി. പിന്നെ ഇവിടെ പുളിക്ക് വേണ്ടി ഞാൻ കുടംപുളിയാണ്. അത് കുടംപുളിയിട്ട നെയ്മീൻ കറി എന്നാണല്ലോ പറഞ്ഞത്. അപ്പം കുടംപുളിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്. അത് സൈസ് അനുസരിച്ച് വേണം എടുക്കാൻ. ഇതിപ്പോൾ ഈ സൈസ് ആയതുകൊണ്ടാണ് 6-7 എടുത്തത്. അതല്ല വലിയ സൈസ് ആണെങ്കിൽ 3-4 കുടംപുളി മതി. പിന്നെ കറിവേപ്പിലയാണ്. കറിവേപ്പില ആവശ്യമുള്ള അത്രയും കറിവേപ്പില ഇടാം. എത്രത്തോളം കറിവേപ്പില ഇടുന്നോ അത്രയും നല്ലതാണ്. മഞ്ഞളാണ് മസാലയുടെ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഞാനിവിടെ 3.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയും ഒരു സാധാ ചില്ലിയും കൂടെ പൊടിച്ചതാണ്. മിക്സ് ചെയ്ത് അപ്പോൾ എരിവും ഒരു നിറത്തിനും വേണ്ടിയിട്ടാണ്, രണ്ടും കിട്ടും. പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പിന്നെ ആവശ്യത്തിന്. ഇത് എണ്ണയാണ്, കോക്കനട്ട് ഓയിൽ. ആദ്യം ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിത് ഇത്രയായതുകൊണ്ട് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഒഴിക്കാം. ഇനി എണ്ണ ചൂടായതിന് ശേഷം വേണം നമുക്ക് ബാക്കി കടുകും ഈ ഉലുവയും വറ്റൽമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കടുക് ഇടുകയാണ്. കാരണം ആൾറെഡി എണ്ണ ചൂടാണ്. കടുക് ഇട്ട് കൊടുക്കാം. പൊട്ട് ചൂടായിട്ടുണ്ടല്ലോ. ഉലുവയുടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. പറഞ്ഞ പോലെ പൊട്ടുന്നില്ലെന്ന് തോന്നുന്നു. പിണക്കമായിരിക്കും കടുക്. പൊട്ടുന്നു. പിണക്കം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കത്തി. അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി പിന്നെ വേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇടാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? അങ്ങനെ ചതച്ചിടാം. അങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇളക്കുക. ഇപ്പം നമ്മുടെ ഉള്ളി ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്.
മൂത്ത് മീൻസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉലുവാപ്പൊടി. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഈ സമയത്ത്, അല്ലെങ്കിൽ കരിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മുളക് പൊടി. ഇത് കറക്റ്റ് മെഷർമെന്റിൽ ഞാൻ എടുത്തു വെച്ചിരുന്നതാണ്. അതെ അതെ. മല്ലിപ്പൊടി. സോറി. ഇനി നമുക്കിന്ന് ഇളക്കി കൊടുക്കാം. കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ പച്ച മണം ഒന്ന് പോകണം ഈ മസാലയുടെ, അതാണ് അതിന്റെ പരുവം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി. ഇനി അതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുടംപുളി എടുത്ത് വെച്ചിരുന്ന, കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്, അത് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം. ഇപ്പം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതാണ് ഏറ്റവും വലിയ സംഭവം. എല്ലാ മസാലകളും കറക്റ്റ് ആയിരുന്നല്ലോ, ലാസ്റ്റ് ഉപ്പ് പോയി കഴിഞ്ഞാൽ മൊത്തം പോയി. അപ്പോൾ പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. പൊട്ടരിപ്പ് കൂടി വെച്ചോ, ഒരു പൊട്ടറ്റയുടെ കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. അതൊന്ന് സൂക്കി എന്നിട്ട് അതിനടുത്ത് മാറ്റിയാൽ മതി. ഇത് ചെക്ക് ചെയ്യണം ഉപ്പ്. ഞാൻ തന്നെ നോക്കണത്. ഉപ്പ് കൂടുതലുണ്ടോ? ഇല്ല, ഓക്കെ. ഉപ്പ് ഓക്കെ. അതങ്ങ് മാറും. നമ്മുടെ കാശ്മീരി മുളകിന്റെ എരി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അത് കറി എന്നായി വരുമ്പോൾ ആ എരിയൊക്കെ മാറും. അല്ല, പെട്ടെന്നൊരു കത്തലിക്ക. ഈ പുളിയും ഇതൊക്കെ ഒന്ന് മിക്സ് എല്ലാം ആവുമ്പം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ഗ്രേവി ഒന്ന് തിളയ്ക്കണം. എപ്പോഴും മീൻ ഇടുന്നതിന് മുമ്പ് ഗ്രേവി നന്നായിട്ട് തിളച്ചിരിക്കണം. ഇപ്പൊ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. കഷ്ണമുള്ള മീനായതുകൊണ്ട് എരിവില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ എരിവ് സ്പൈസി ഇഷ്ടമല്ലാത്തവർക്ക് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് എരിവ് കുറയ്ക്കാം. എനിക്കിഷ്ടം. അപ്പോൾ നല്ല എരിവൊക്കെ ഉണ്ടായിട്ട് ഫുഡ് കഴിച്ചാൽ ഒരു പഞ്ച് ഉണ്ടാവും. ഇപ്പം വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ചിലപ്പം ഗ്രേവി ഇഷ്ടമുള്ളവരുണ്ടാവും, ഗ്രേവി കുറച്ച് വേണമെന്ന് അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യണം. ഇതൊന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ആ തിളയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ഫാമിലി മാറ്റേഴ്സിലേക്ക് കിടക്കാൻ നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ലായിരുന്നു. ഹസ്ബൻഡ്, മക്കള്, പിന്നെ അമ്മയച്ഛനെ കുറിച്ച് മമ്മി നാട്ടിലുണ്ട്. മമ്മി ഇവിടെ നഴ്സായിരുന്നു, സ്റ്റാഫ് നഴ്സായിരുന്നു ഷിമിസിയിൽ. പിന്നെ ഡാഡി 6 വർഷമായി മരിച്ചിട്ട്. പിന്നെ ഡാഡിയാണ് സത്യം പറഞ്ഞാൽ ഈ കുക്കിങ്ങിന് എനിക്കുള്ള ഇൻസ്പിറേഷൻ. കൊച്ചുനാട്ടിലെ ഞാൻ കുക്കിങ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ആണ്. പക്ഷേ അന്ന് മമ്മി ഇവിടെയായിരുന്നു, ഞങ്ങൾ നാട്ടിലായിരുന്നു, ഡാഡി ഞങ്ങളും. എന്തെങ്കിലുമൊക്കെ വെച്ച് ഞാനിങ്ങനെ ഡാഡിക്ക് പരീക്ഷണങ്ങൾ നടത്തി കൊടുക്കും. അല്ല, അപ്പൊ ഡാഡി ഒരിക്കലും ഒരു നോ, അതായത് മോശം എന്ന് പറയില്ല. എത്ര ഞാൻ പനലായിട്ട് വെച്ചാൽ എനിക്കറിയാം അത് ശരിയായില്ല എന്ന് എനിക്കറിയാമെങ്കിൽ തന്നെ ഡാഡി പറയും വെച്ചോളൂ നല്ല ടേസ്റ്റ് എന്ന് പറയും. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 2 പേരാണ്. ബ്രദറുണ്ട്. ബ്രദർ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ നാട്ടിലാണ്. നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. പിന്നെ ബ്രദറിനും ഫാമിലിയൊക്കെ ഉണ്ട് അവിടെ നാട്ടില്. പിന്നെ വേറെ ഹസ്ബൻഡ് ചന്ദ്രബാബു, പുള്ളി ലേഹ
ട്രേഡിംഗ് കമ്പനിയിലെ ടെക്നിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ മോള് MBBS സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. MBBS. SUT ട്രിവാൻഡ്രം. പിന്നെ മോൻ 7th സ്റ്റാൻഡേർഡിൽ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ തന്നെ, മോൻ നന്ദഗോപൻ. എല്ലാവർക്കും ഹായ് പറയണം. എല്ലായിടത്തും ഹായ് പറയുമ്പോഴത്തേക്ക് നാട്ടിൽ അച്ഛനമ്മ അമ്മ ബ്രദറിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ബ്രദറിനെ അടുത്ത ആഴ്ച വരുമെന്ന് പറയുന്നു. അപ്പോൾ ബ്രദറിന്റെ വൈഫിന്, ബ്രദറിന്റെ ഫാമിലി, കുട്ടികൾ, ഹസ്ബൻഡിന്റെ ഫാമിലി, പിന്നെ എന്റെ നാട്ടിലുള്ള ഫാമിലി, നാട്ടിലുള്ള അപ്പുറത്തെ പിന്നെ SCT മെഡിക്കൽ കോളേജിലെ എല്ലാവർക്കും, മെഡിക്കൽ കോളേജിലെ മകളുടെ പേര് ഞാൻ മറന്നു, നയന സി ബാബുവിനും നയനയുടെ കംപ്ലീറ്റ് ഫ്രണ്ട്സിനും ഒരു ബിഗ് ഹായ്. പിന്നെ ലേഹ ട്രേഡിംഗ് കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനും, മൊത്തത്തിൽ ഈ പുള്ളിക്കാരത്തിനെ പരിചയമുള്ള എല്ലാവർക്കും, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും. ഇനി ബാക്കിയൊന്നും പറയണം. ഇനി വന്നു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് മൊത്തം പറയേണ്ടി വരും. ഏകദേശം 3000 പേരുണ്ട്. 3000 സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ പറയേണ്ടി വരും അല്ലേ? നമുക്ക് ഇനി കറി എന്തായാലും നമുക്കിത് തുറന്നാക്കാം. ഇല്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ട്, അറിയാവുന്നവർക്കാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഞാൻ ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ പൊടിഞ്ഞു അറിയാൻ വയ്യാത്തവരാണെ അന്നേരം ചുറ്റിച്ചു കൊടുക്കും. ഇങ്ങനെ കാണിച്ചു തരണോ? കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. ഞാൻ ചുറ്റിച്ച് പണ്ടുള്ള അമ്മച്ചിമാരൊക്കെ ചെയ്യുന്ന ഇതാണ്. അമ്മച്ചിമാരൊക്കെ ചെയ്യണൊക്കെ അതൊരു വേറെ ലെവലാണ്. എത്ര കറക്കുന്ന എന്ത് കറക്കിയെന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് തുറന്നു നോക്കാം. കറി റെഡി ആയിട്ടുണ്ടോ നോക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു വഴിക്ക് പോലെ കുറച്ചുകൂടി ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാൻ കുറച്ച് ശരിക്കും ഇതൊന്ന് കുറച്ചേരം ഇരിക്കുമ്പോഴാണ് അതിന്റെ പുളിയൊക്കെ പിടിക്കുന്നത്. അന്നേരം ഒത്തിരി കൂടെ ടേസ്റ്റ് ആവും. ഓക്കെ, നമുക്ക് എന്തായാലും കുറച്ചേരം വെച്ചതിന് ശേഷം നമുക്ക് തന്നെ സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം തിരിച്ചു വരാല്ലേ. നമുക്കന്ന് വേണം. നമ്മുടെ നാട്ടിലെ ഉമ്മയുടെ വീട്ടിൽ പോയി നടക്കണം. സത്യം നല്ല പുളിയുണ്ടല്ലോ, പുള്ളിയുടെ മണമാണ് മെയിനായിട്ട് അടിക്കുന്നത്. ഓക്കെ, നമുക്ക് അതെന്തായാലും തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമുക്കൊന്ന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊടംപുളി ഇട്ട നെയ്മീൻ കറി റെഡിയായി. അതിൻ്റെ കൂടെ നമുക്ക് മെയിൻലി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് മീൻ കറി ആകുമ്പോഴത്തേക്ക് കപ്പ ഇല്ലാണ്ട് എന്താഘോഷം മക്കളെ കാണുന്നുണ്ട്. കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വീട്ടില് ഉമ്മയുടെ വീട്ടിൽ പോയ ഒരു മണം അടിക്കുന്നുണ്ടെന്ന്. അത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞു.